സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. മുൻകരുതലിന്റെ ഭാഗമായി ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെ 10 ജില്ലകളിൽ നാളെയും മറ്റന്നാളും യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് മഴ വിവരങ്ങൾ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രേക്ഷകരുടെ കമന്റുകളിലേക്ക് വന്നാൽ എവിടെയൊക്കെ മഴയുണ്ടെന്ന് പറയാനേ നമ്മൾ പറഞ്ഞു. പാലക്കാട് നല്ല മഴ പെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, ഷൊർണൂർ മേഖലയിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, മലപ്പുറം ലീവ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്, അതിന്റെ ഇടയിൽ എറണാകുളം ലീവ് വേണമെന്ന് പറയുന്നുണ്ട്. ലീവ് എന്ന് പറയുമ്പോൾ ഈ മഴ സാഹചര്യമൊക്കെ നോക്കി കളക്ടർ ലീവ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അറിയിക്കാം. നമുക്ക് 3 ജില്ലകളിൽ ലീവ് ഉണ്ട്. അത് തൃശ്ശൂരും ഇടുക്കിയും വയനാടുമാണ്. ആ 3 ജില്ലകളിലാണ് ഇപ്പൊ എന്തായാലും അവധി നിലവിലുള്ളത്. എന്തെങ്കിലും മാറ്റം വരികയോ പുതിയ ജില്ലകൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ ഞങ്ങൾ അറിയിക്കാം. അപ്പോ സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. വയനാട്, തൃശൂർ, ഇടുക്കി ജില്ലകളിലും കോതമംഗലം, ഇരിട്ടി താലൂക്കുകളിലുമാണ് അവധി. വയനാട്ടിൽ 3 ദിവസമായി മഴ തുടരുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം. ഇരുട്ടിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ സോളമനും സജോ ദേവസിയും AK അഭിലാഷും ചേരുകയാണ് രാവിലെ തന്നെ മുഴുവൻ വാർത്തകളുമായി. ആദ്യം അരുൺ സോളമനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് റോഷി ആൻഡ് വെങ്കി. ഓക്കെ, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അരുൺ, എന്താണ് ഈ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം? മുന്നറിയിപ്പുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയണം. അപ്പൊ ആളുകൾ ഇപ്പൊ അതാണ് കൃത്യമായി അറിയാൻ കാത്തിരിക്കുന്നത്. നമ്മൾ മഴ ഒരു ചെറിയ ഇടവേള എടുത്തു, ഇപ്പോൾ വീണ്ടും ശക്തമാകുകയാണല്ലേ അരുൺ? അതെ റോഷി ആൻഡ് വെങ്കി, ഞാനിപ്പോൾ നമ്മൾ മഴയെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. മഴ ഇത്രയും നേരം ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങ് തോർന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത്. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ അടുത്ത 5 ദിവസം അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ സംസ്ഥാനത്ത് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇതിൽ വയനാട് അതിജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലടക്കം മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മലപ്പുറം അതുപോലെ തന്നെ ഇടുക്കി ഈ ജില്ലകളും കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ നദികൾ ഉള്ള പ്രത്യേകിച്ചും വയനാടടക്കമുള്ള ജില്ലകളിൽ നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ എന്തായാലും പാലിച്ചേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ്. അതിന് പുറമെ ഇന്നിപ്പോൾ 8 ജില്ലകളിലാണ് സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് ഉള്ളത്. തിരുവനന്തപുരത്ത് പൊതുവിൽ ഇപ്പോൾ ശാന്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന 5 ദിവസങ്ങളിലാണ് നിലവിൽ വലിയ ഒരു മഴയ്ക്ക് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ മഴ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വീണ്ടും കാലവർഷക്കെടുതി ശക്തി പ്രാപിക്കുകയാണ്. നിലവിൽ പശ്ചിമ ബംഗാൾ മേഖലകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. വടക്കൻ ആന്ധ്രാപ്രദേശത്തും ഒഡീഷ തീരങ്ങളിലുമാണ് നിലവിൽ ഈ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അത് ഒരു ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാഹചര്യമുണ്ട് എന്നുള്ളതിനെയാണ് നിലവിൽ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത നൽകിയിരിക്കുന്നു. എന്തായാലും ജനങ്ങൾ കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ചും നദീതീരങ്ങളിലും ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതെന്തായാലും അധികൃതരുടെ നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മാറി താമസിക്കാൻ തയ്യാറാകണം. മറ്റൊന്ന്, തീരപ്രദേശത്ത് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കള്ളക്കടൽ പ്രതിഭാസത്തിന് കൂടി സംസ്ഥാനത്ത് സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം അതുപോലെ തന്നെ കാസർഗോഡ് അടക്കമുള്ള തീരപ്രദേശങ്ങളുള്ള ജില്ലകളിലൊക്കെയും കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കേരള തീരത്ത് നിന്ന് ഇപ്പോൾ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. റോഷ്നി ആൻഡ് വെങ്കി. ഓക്കെ, അരുൺ പറഞ്ഞു തുടങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നില്ല, ഇതേ പറഞ്ഞു തീരുമ്പോഴേക്കും മഴ പെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ മഴയുടെ അവസ്ഥ. സാധാരണ നമ്മൾ പറയും പാട്ട് പാടി മഴ പെയ്ച്ചു, ഇതിപ്പോ വാർത്ത പറഞ്ഞ് മഴ പെയ്ച്ചു എന്നായി എല്ലാവരും. ശരി അരുൺ.